റിപ്പോർട്ടാണ് ഈ വാർത്ത ബ്രേക്ക് ചെയ്ത ഗോപാൽ ഷിരാൽ സനൽ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ഗോപാൽ, നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ പ്രസാദ് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ തീരുമാനം ഉണ്ടായതിന് പിന്നാലെ ഒരു സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അപ്പോൾ എന്തായിരിക്കും ഫോർമുല? ഇരട്ട രജിസ്ട്രാർ ഭരണത്തിൽ ഇനി എന്താകും തീരുമാനം? അനിൽകുമാറിനെ അംഗീകരിക്കാൻ വൈസ് ചാൻസലർ തയ്യാറാകുമോ? ആ ഫോർമുല എന്താണ് എന്നതാണ് ഇനി ഏവരും ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം. കാരണം ഇന്നത്തെ വൈസ് ചാൻസലറുടെ വാർത്താ സമ്മേളനത്തിലും അനിൽകുമാർ ചെയ്യുന്നത് ക്രിമിനൽ കുറ്റമാണ്. അനിൽകുമാർ സസ്പെൻഷനിൽ തുടരുന്ന ആളാണ്. അദ്ദേഹം ചട്ടവിരുദ്ധമായി ഇടപെട്ടു എന്ന നിലപാടിൽ BC ഉറച്ചു നിന്നിരുന്നു. വാർത്താ സമ്മേളനത്തിൽ മന്ത്രി ആർ ബിന്ദു പറഞ്ഞത് നിയമപ്രകാരം നിയമവിധനായ സിൻഡിക്കേറ്റ് ചുമതലപ്പെടുത്തിയ രജിസ്ട്രാർ ആരാണോ ആ രജിസ്ട്രാറാണ് സർവകലാശാലയിൽ തുടരാൻ യോഗ്യൻ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ എന്ത് തരം സമവായം ഉണ്ടാകും? ആരെങ്കിലും ഒരാൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകേണ്ടതായിട്ടുണ്ട്. കാരണം BC നിയമിച്ച രജിസ്ട്രാർ ഒരു വശത്തും സിൻഡിക്കേറ്റ് നിയമിച്ച മന്ത്രിയുടെയും സർക്കാരിന്റെയും പിന്തുണയുള്ള ഡോക്ടർ KS അനിൽകുമാർ മറുവശത്തും വരുമ്പോൾ ഇനി ഇതിന്റെ ഭാവി നിർണ്ണയിക്കേണ്ടത് ഈ വരുന്ന മണിക്കൂറുകളിൽ നടക്കുന്ന ചർച്ചകൾ തന്നെയാണ്. സർക്കാർ തലത്തിലും രാഷ്ട്രീയ തലത്തിലും നേരത്തെ പ്രസാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ രാഷ്ട്രീയ തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം സർവകലാശാലയിൽ ഇന്ന് മോഹനൻ കുന്നുമ്മൽ വന്നപ്പോൾ മോഹൻ കുന്നുമ്മൽ പോലീസ് പ്രൊട്ടക്ഷനിൽ വരുമ്പോഴും വിമാനത്താവളത്തിൽ നിന്ന് ഇവിടെ വരെ വരുമ്പോഴും തിരുവനന്തപുരത്തെ SFI ഒരിടത്ത് പോലും പ്രതിഷേധിക്കാനോ തടയാനോ ശ്രമിച്ചില്ല. SFI പ്രവർത്തകർ സർവകലാശാല ക്യാമ്പസിൽ ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തിനെതിരെ ഒരു മുദ്രാവാക്യം വിളി പോലും അവിടെ ഉയർന്നില്ല. അത് കാരണം SFI വിശദീകരിച്ചത് വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് ഒപ്പിടുവാൻ വേണ്ടിയാണ് VC വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ വിഷയത്തിൽ വിദ്യാർത്ഥികളുടെ ദോഷകരമായ വിഷയം ബാധിക്കുന്ന വിഷയത്തിൽ ഇടപെടാൻ ഇല്ല, അവർക്ക് വേണ്ടിയാണ് SFI നിലകൊള്ളുന്നത് എന്നതായിരുന്നു. അതിനപ്പുറത്തേക്ക് കൃത്യമായ നിർദ്ദേശപ്രകാരം സമവായ ചർച്ചകൾ പിന്നിൽ നടക്കുമ്പോൾ ഇന്ന് മന്ത്രി വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. പലയിടങ്ങളിൽ പല കോണുകളിൽ പലതരത്തിൽ ആശയവിനിമയങ്ങൾ നടക്കുന്നുണ്ട്. VC മോഹൻ കുന്നുമല്ലോട് നേരത്തെ സംസാരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരുവരും തമ്മിൽ ഫോണിൽ സംസാരിച്ചിരുന്നു. ആ ഫോണിൽ സംസാരിച്ചതിന്റെ ഭാഗമായി മന്ത്രി കൃത്യമായി എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്. താൻ വിളിച്ചിട്ടാണ് മോഹനൻ കുന്നുമ്മൽ ഇന്ന് സർവകലാശാലയിലേക്ക് എത്തിയത്. കുട്ടികളുടെ വിഷയത്തിൽ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്ന VCക്ക് മന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു. ആ ഉറപ്പിന്മേൽ താങ്കളെ ആരും തടയുകയില്ല, താങ്കളുടെ സുരക്ഷാ പ്രശ്നം ഒന്നും ഉണ്ടാവുകയില്ല എന്ന മന്ത്രിയുടെ ഉറപ്പിന്മേലാണ് VC ഇന്ന് സർവകലാശാലയിലേക്ക് വന്നത് എന്ന കാര്യത്തിൽ അത് മന്ത്രി തന്നെ സമ്മതിച്ച കാര്യമാണ്. അതിനുശേഷം സർവകലാശാലയിലെത്തി ഏകദേശം 4 മണിക്കൂറോളം സർവകലാശാലയിൽ ചെലവഴിച്ച് മാധ്യമങ്ങളെ കണ്ട് പ്രതികരിച്ച ശേഷം അദ്ദേഹം സർവകലാശാലയിൽ നിന്ന് ഉച്ചയോടെ ഇറങ്ങുന്നു. ആ ഉച്ചയോടെയുള്ള ഇറക്കം നേരെ പോകുന്നത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന്റെ വസതിയായ സാലഡുവിലേക്കാണ്. മന്ത്രിയുടെ പെർമിഷൻ വാങ്ങി അപ്പോയിന്റ്മെന്റ് എടുത്താണ് അദ്ദേഹം അവിടെ എത്തിയത്. അപ്പോയിന്റ്മെന്റ് എടുത്ത് നടത്തിയ കൂടിക്കാഴ്ചയിൽ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് VCക്ക് പറയാനുള്ളതെല്ലാം മന്ത്രി കേട്ടു. എല്ലാ തരത്തിലേക്കുള്ള ഇടപെടലും ഉണ്ടാകണമെന്ന് VC ഇത്തരത്തിൽ മന്ത്രിയോട് അഭ്യർത്ഥിക്കുകയുണ്ടായി. വാർത്താ സമ്മേളനമോ മറ്റോ വിളിച്ചിട്ടുണ്ടോ? അതിനു മുൻപാണോ ഈ കൂടിക്കാഴ്ച അടിയന്തരമായി വൈസ് ചാൻസലർ മന്ത്രി ആർ ബിന്ദുവിനെ പോയി കണ്ടിരിക്കുന്നത്? അതെ, അങ്ങനെ തന്നെയാണ് വിനീത ഈ ഘട്ടത്തിൽ പറയേണ്ടത്. കാരണം ഇന്ന് VC സർവകലാശാലയിലെത്തിയ ശേഷം ഇന്ന് ഉന്നത വിദ്യാഭ്യാസ കൌൺസിലിന്റെ ഒരു യോഗം ഉണ്ടായിരുന്നു. ആ യോഗം മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്നതാണ്. ആ യോഗത്തിൽ എല്ലാ VCമാരും പങ്കെടുത്തിരുന്നു. ആ VCമാരുടെ ഭാഗമായി മോഹൻ കുന്നുമ്മലും പങ്കെടുത്തിരുന്നു. അദ്ദേഹം ഓൺലൈനായി സർവകലാശാലയിൽ ഇരുന്നു കൊണ്ടാണ് ആ യോഗത്തിൽ പങ്കെടുത്തത്. ആ യോഗം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയും അവിടെ നിന്ന് ഈ തരത്തിൽ മന്ത്രിയുടെ വസതിയിലേക്ക് അദ്ദേഹം പോവുകയുമായിരുന്നു. അതിന് മുന്നോടിയായിട്ടാണ്, അതായത് ഈ വാർത്താ സമ്മേളനത്തിനും ഉന്നത വിദ്യാഭ്യാസ കൌൺസിലിന്റെ യോഗത്തിനും ഇടയിലുള്ള സമയത്താണ് ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത്. ആ കൂടിക്കാഴ്ച അവസാനിപ്പിച്ച ശേഷമാണ് മന്ത്രി വാർത്താ സമ്മേളനത്തിനായി വന്നത്. ആ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമായിരുന്നു, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമായിരുന്നു, ഇനി കടന്നാക്രമിക്കാൻ, മോഹനൻ കുന്നുമ്മലിനെ കടന്നാക്രമിക്കാൻ ഇത്തരത്തിൽ സർക്കാരോ മന്ത്രിയോ തയ്യാറല്ല എന്നുള്ളത്. ഒരു കടുംപിടുത്തവും തനിക്ക് VCയുടെ അടുത്ത് നിന്ന് തോന്നിയില്ല എന്ന വാചകം മന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ഉപയോഗിക്കുകയുണ്ടായി. ഒരു തരത്തിലും ഒരിടത്തും വൈസ് ചാൻസലറെ തള്ളിപ്പറയാൻ ഇത്തരത്തിൽ മന്ത്രി തയ്യാറായില്ല. പലതവണ കാവ്യവൽക്കരണം എന്ന ആരോപണം ഉന്നയിച്ച പലതരത്തിലേക്ക് സർവകലാശാലകളിൽ നിയമവിരുദ്ധ ഇടപെടലുകൾ VC നടത്തുന്നുവെന്ന് ആരോപിച്ച മന്ത്രി ഇന്ന് ഒരിടത്ത് പോലും VCയെ തള്ളിപ്പറയാനോ ആക്രമിക്കുവാനോ അദ്ദേഹത്തിനെതിരെ ഒരു ചെറുവാക്കുപോലും പറയാനോ തയ്യാറായില്ല. അതിന്റെ അർത്ഥം സമവായത്തിലേക്ക് നീങ്ങുന്നു, വിഷയം മഞ്ഞുരുകലിലേക്ക് പോവുകയാണ്. ഈ ഘട്ടത്തിൽ പ്രതിരോധത്തിനപ്പുറത്തേക്ക് മറ്റൊന്നും ചെയ്യേണ്ടതില്ല. ഇനി അത് മുന്നോട്ട് കൊണ്ടുപോയാൽ, കാരണം 3 ആഴ്ചകൾ
പിന്നിട്ടു. കേരളത്തിലെ ഏറ്റവും വലിയ സർവകലാശാലയിൽ, ആദ്യത്തെ സർവകലാശാലയിൽ പ്രതിസന്ധി രൂക്ഷമായിട്ട് വിദ്യാർത്ഥികൾ പോലും പോലീസ് സുരക്ഷയിൽ സർവകലാശാലയിലേക്ക് വരുന്ന സ്ഥിതിയുണ്ടായി. 20 ദിവസമായി സർവകലാശാലയിൽ വൈസ് ചാൻസലറില്ല, 2 രജിസ്ട്രാർമാർ ആരൊപ്പിടണം ആരൊപ്പിടേണ്ട എന്ന തരത്തിലേക്ക് തമ്മിൽ വാഗ്വാദവും തർക്കവും നിലനിൽക്കുന്നു. അപ്പോൾ വലിയ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അത് സർക്കാരിന്റെ അടക്കം പ്രതിച്ഛായ ബാധിക്കും എന്ന തലത്തിലേക്കുള്ള വിലയിരുത്തൽ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇരുഭാഗത്തു നിന്നും ഒരു മഞ്ഞുരുക്കലിന്റെ ഇടപെടൽ ഉണ്ടാകുന്നത്. വേണമെങ്കിൽ ചാൻസലറെ പോലും ഈ വിഷയത്തിൽ കാണാൻ തയ്യാറാണ് എന്ന് മന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. ചർച്ച നടത്തി പരിഹരിക്കേണ്ട വിഷയങ്ങളെല്ലാം പരിഹരിക്കാൻ സർക്കാർ തയ്യാറാണ് എന്ന ആ ഒരു പ്രഖ്യാപനം തന്നെയാണ് ഈ ഘട്ടത്തിൽ മന്ത്രി അപ്പോഴും ഗോപാൽ ശീലാസനൽ ചില ചോദ്യങ്ങൾ ബാക്കിയാണ്.